ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വൈഗൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസിൽ സാറാണ്. 9ാം ക്ലാസ്സിലെ മക്കളെ, നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്നുള്ള സബ്ജക്റ്റിനോട് ചെറിയൊരു പേടി ഉണ്ടാവും. പ്രത്യേകിച്ച് എക്സാമിനേഷനാണ് 16-ാം തീയതി, മാർച്ച് 16-ന് പരീക്ഷയാണ്. ഒന്നും ആയിട്ടുണ്ടാവില്ല. നമുക്ക് 18 ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട്. SS1-ൽ നിന്ന് 9 എണ്ണം, SS2-ൽ നിന്ന് 9 ചാപ്റ്റേഴ്സ്, ടോട്ടൽ 18 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, സാർ ഓണ പരീക്ഷയുടെ പോർഷൻസ്, ക്രിസ്മസ് പരീക്ഷയുടെ പോർഷൻസ്, അതുപോലെ ഇപ്പോൾ നമുക്ക് എടുത്ത പോർഷൻ, ഇതിൽ ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക, അതുപോലെ A+ കിട്ടാൻ ഏതെല്ലാം ഭാഗങ്ങൾ പഠിക്കണം, ഫുൾ മാർക്ക് കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എല്ലാ ഭാഗവും പഠിച്ചു തീർക്കാന്ന് പറഞ്ഞാൽ ഇനി ഒരു 3-4 ദിവസം നമ്മുടെ മുമ്പിലുള്ളൂ, എന്ത് ചെയ്യും? അങ്ങനെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ ഇനി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കൂളായിട്ട് ഇരുന്നാൽ മാത്രം മതി. എങ്ങനെ കൂളായിട്ട് ഇരുന്നാൽ? ഒന്നും പഠിക്കാണ്ടിരിക്കുക. അങ്ങനെയല്ലടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ, ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മാർക്കിംഗ് പാറ്റേൺ ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ്? ഇപ്പം ഞാൻ SS1-ഉം SS2-ഉം രണ്ടും പറയാണ്. രണ്ടും SS1 ആയിക്കോട്ടെ, SS2 ആയിക്കോട്ടെ. SS2 നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫൈനൽ എക്സാമിന് ഏതെല്ലാം പോർഷൻസ് ആണ് ഇപ്പോൾ അവസാനമായിട്ട് പഠിപ്പിച്ചത്. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ രണ്ട് ഭാഗം എടുക്കുക. SS1 ആയിക്കോട്ടെ, SS2 ആയിക്കോട്ടെ, ഇതിൻ്റെ രണ്ടിൻ്റെയും പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്, പാർട്ട് 2 രണ്ടാം ഭാഗം, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 2 എടുക്കുക. ഈ പാർട്ട് 2-ൽ നിന്നാണ് ഏകദേശം 60%-ൻ്റെയും 70%, 70 എന്ന് പറയും, 70%-യുടെ ചോദ്യങ്ങൾ വരുന്നത്. 70% ചോദ്യങ്ങൾ പാർട്ട് 2-ൽ നിന്ന് മാത്രം, പാർട്ട് 2 എന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് A+ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, നന്നായിട്ട് പഠിച്ചിട്ട് A+ മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്നുള്ളത് പാർട്ട് 2 ആണ്. പാർട്ട് 2 രണ്ടാമത്തെ ഭാഗത്തുള്ള ചാപ്റ്റേഴ്സാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 6, 7, 8, 9 ചാപ്റ്റേഴ്സ്, 6, 7, 8, 9 ചാപ്റ്റേഴ്സാണ് SS1-ൽ നിന്നും SS2 നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ സാർ, നമ്മുടെ പാർട്ട് 1-ൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. നമ്മുടെ 4-5 ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 20% ചോദ്യങ്ങളാണ്. ഒരു 20% ചോദ്യങ്ങൾ 4-5 ചാപ്റ്റേഴ്സ്. അതുപോലെ നമ്മുടെ ആദ്യത്തെ 3 ചാപ്റ്റർ, 1, 2, 3 ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരികയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 15% ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ സാർ, ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണ് പഠിക്കാൻ ബുദ്ധിമുട്ട്. ചില ആൾക്കാരുടെ സംശയം അതാണ്. സാർ, ഇപ്പോൾ നമ്മൾ ഓഷ്യൻ ആൻഡ് മെൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വലിയ ചാപ്റ്റേഴ്സ്, ഹിസ്റ്ററിയിൽ നിന്നുള്ള ഭാഗങ്ങളായിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ്, സർവ്വവും സൂര്യനാൽ എന്നുള്ള ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും അവസാന ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരും. ഒന്നെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, വർഷണം, അല്ലെങ്കിൽ ഘനീകരണം, കണ്ടൻസേഷൻ, അല്ലെങ്കിൽ മേഘങ്ങൾ. ഇതല്ലാതെ വേറെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല, കുറവാണ്. അപ്പോൾ 1, 2, 3 ചെറിയ ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ ആ ഒരു 20% മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും, ഈസിയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1-ൽ നിന്നും വരുന്ന ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി, വീണ്ടും ഞാൻ പറയാണ്, പാർട്ട് 1 SS1 ആയിക്കോട്ടെ, SS2 ആയിക്കോട്ടെ, ഈ രണ്ടിലും ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ചോദ്യങ്ങളെ വരുള്ളൂ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. 99% ചോദ്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. സാർ, ആര് പ്രെഡിക്റ്റ് ചെയ്ത് തരും, ആരിത് പറഞ്ഞു തരും? അതിനാടോ ഏഗണിൻ്റെ ലൈവുകളുള്ളത്. ഏഗൺ ലൈവുകൾ അതിന് വേണ്ടിയിട്ടാണ്. ഞാനും അജസൽ സാറും ചുമ്മാ അങ്ങ് വരുന്നതല്ല. ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ മൂപ്പര് ക്ലിയർ ചെയ്യും. അങ്ങനെ ക്ലിയർ ചെയ്യുന്നതോടൊപ്പം അജസൽ സാറ് പറയുന്നതോടൊപ്പം ഈ ഭാഗങ്ങളാണ് ചോദ്യം വരിക എന്ന് പറഞ്ഞുതരും. മുൻ വർഷങ്ങളിൽ ചോദിച്ച് ചോദ്യങ്ങൾ കാണിച്ചു തരും. നിങ്ങൾ കഴിഞ്ഞ വർഷം, അതിന് ഉന്നത വർഷം ചോദിച്ച് ചോദ്യ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെയാണ് വരിക എന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യേണ്ട. കൊറോണൻ്റെ മുമ്പത്തെ ചോദ്യ പേപ്പർ എടുത്തിട്ട് പരിശോധിക്കണം. അതിൽ നിന്ന് എങ്ങനെയാണോ ചോദ്യങ്ങൾ വന്നത്, അതേ പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് ബി കെയർഫുൾ. പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരേണ്ടത് ഏഗണിലോട്ടാണ്. ഏഗൺ കൂടെ ഉണ്ടാവും, ഫസൽ സാർ ഉണ്ടായിരിക്കും, അതുപോലെ അജ്സൽ സാർ ഉണ്ടായിരിക്കും, ഏഗൺ ഉണ്ടായിരിക്കും കൂടെ. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പം ഞങ്ങൾ പറഞ്ഞു തരും ഏതെല്ലാം ഭാഗങ്ങളാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. മാർക്കിംഗ് പാറ്റേൺ, നിങ്ങൾ ഏത് ഭാഗം ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് പാർട്ട് ഫോക്കസ് ചെയ്യണം. അവിടെ നിന്നാണ് essay ചോദ്യങ്ങളുള്ളത്. 5 മാർക്കിനെയും 6 മാർക്കിനെയും ചോദ്യങ്ങളൊക്കെ അവിടെ നിന്നാണുള്ളത്. ഞാൻ പറയുന്നത് ഏതാണോ കുറച്ച് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മുടെ ലൈവുകൾ മാത്രം കണ്ടാൽ മതി എന്നുള്ള ഭാഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ലൈവ് മിസ് ചെയ്യരുത്. ഇന്നത്തെ ആണെങ്കിലും ഇനി എന്നത്തെ ലൈവ് ആണെങ്കിലും ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രേ പറയാനുള്ളൂ. ഫ്രണ്ട്സിനെയും കൂട്ടി നേരെ ഇങ്ങോട്ട് പോരാം. രാത്രി 7 മണിക്ക് നമ്മളിവിടെ വെയിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു, ബൈ, സി യു.